എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. യു പി രാഷ്ട്രീയം കഴിഞ്ഞ കുറേ നാളുകളായി പുതിയ നാടകീയ സംഭവങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നമുക്കറിയാം, കോൺഗ്രസിനെയും ബി ജെ പിയെയും ഒരുപോലെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ട് യു പിയിലെ 3 പ്രധാന പാർട്ടികൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന വിശാല സഖ്യം, ആ വിശാല സഖ്യത്തിൽ മായാവതിയുടെ BSPയും മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും അജിത് സിംഗിൻ്റെ RLDയുമാണുള്ളത്. ഇവർ 3 പേരും കൂടി ഇന്നലെ നടത്തിയ ഒരു മഹാറാലിയിൽ അവർ പറഞ്ഞത്, പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളാണ്, ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രിയെ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ കൊണ്ടുവരുമെന്ന് അവർ പറയുന്നതിൻ്റെ പിന്നിൽ ചില പൊരുളുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒന്ന്, ആര് ഒറ്റയ്ക്ക് വന്നാലും, ഒറ്റപ്പെട്ട വലിയ കക്ഷിയായാലും BJP ആയാലും കോൺഗ്രസ് ആയാലും തങ്ങളുടെ പിന്തുണയില്ലാതെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. രാജ്യത്തെ മൊത്തം 543 സീറ്റിൽ 80 സീറ്റ് യു പിയിലാണുള്ളത് നമുക്കറിയാം. ഈ 80 സീറ്റിൽ കഴിഞ്ഞ തവണ 71 സീറ്റും BJP നേടി. BSPയും SPയും കോൺഗ്രസും എല്ലാം പ്രത്യേകം മത്സരിച്ചത് കാരണമാണ് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായത്. എന്നാൽ ഇന്ന് ഈ 3 പാർട്ടികളും അവിടെ ശക്തരാണ്. ഈ 3 പാർട്ടികളും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ സ്വീപ്പ് ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. കൈരാനയിലെയും യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, BJP പച്ച തൊട്ടില്ല. കാരണം BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കപ്പെട്ട് ഒരുമിച്ച് നിൽക്കാൻ അവർ തീരുമാനിച്ചു. ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് BJPക്ക് അവിടെ ഒരു സ്ഥാനമില്ലാതായി. യു പിയിൽ നിന്ന് BJPക്ക് ഇത്തവണ ഒറ്റ അക്കത്തിൽപ്പെടുന്ന സീറ്റുകളിലേക്ക് അവർ താഴ്ന്നാലും അതിശയോക്തി അല്ല. കാരണം ആ നിലയിൽ പ്രധാനപ്പെട്ട ഈ കക്ഷികളെല്ലാം ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ, ഷഹാരൻപൂർ പോലുള്ള ചില മണ്ഡലങ്ങളിൽ സാമുദായിക വോട്ടുകൾ ഭിന്നിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടെന്ന് മായാവതി ആരോപിച്ചിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് കുറേ സീറ്റുകളിലെങ്കിലും ആ വോട്ട് ഭിന്നിക്കാൻ കാരണമാകുമെങ്കിലും മഹാഭൂരിപക്ഷം ഈ 3 പാർട്ടികൾക്കും, പ്രത്യേകിച്ചും SPക്കും BSPക്കും പല മണ്ഡലങ്ങളിലും മേൽക്കൈ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവർ ഗണ്യമായ സീറ്റ് നേടും എന്നുള്ള ഉറപ്പാണ്. ഒരു 70 സീറ്റിനപ്പുറം ഈ 2 പാർട്ടികളും കൂടി നേടിയാൽ, അല്ലെങ്കിൽ ആ മുന്നണി നേടിയാൽ, സ്വാഭാവികമായും ആരാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മോദിയാണോ വരുന്നത്, രാഹുൽ ഗാന്ധിയാണോ വരുന്നത്? ഇപ്പം നമുക്ക് മോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനം. വീണ്ടും മോദി എന്നുള്ളൊരു മുദ്രാവാക്യമാണ് BJP ഉയർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എല്ലാവർക്കും സമത്വം അല്ലെങ്കിൽ സമനീതി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. എന്ത് മുദ്രാവാക്യം ഉയർത്തിയാലും ആര്, രാഹുൽ ഗാന്ധിയാണോ മോദിയാണോ അടുത്ത പ്രധാനമന്ത്രി ആകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കാൻ പോകുന്നത് UP ആണെന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ UP യിൽ മായാവതി തീരുമാനിക്കും. ഇനിയിപ്പോൾ മായാവതിക്ക് ഇവർ രണ്ടുപേരും വലിയ വ്യത്യാസത്തിലല്ല മത്സരിക്കുന്നത്. മായാവതിയാണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടി അതിനേക്കാൾ അല്പം കുറഞ്ഞ സീറ്റിലാണ് മത്സരിക്കുന്നത്. എന്തായാലും മായാവതി കൂടുതൽ സീറ്റ് നേടുകയാണെങ്കിൽ സ്വാഭാവികമായും മായാവതിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു ഇത് പിന്നിൽ നിന്ന് മറ്റുള്ളവർ പിന്തുണയ്ക്കും. നമുക്ക് പറയാൻ പറ്റില്ല. BJP പിന്തുണച്ചുകൊണ്ട് മായാവതി ഒന്നും കൂടുന്നില്ല. അതുപോലെ കോൺഗ്രസ് പിന്തുണച്ചുകൊണ്ട് മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ് വന്നുകൂടുന്നില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കൗതുകകരമായ രാഷ്ട്രീയ നാടകങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും എല്ലാം നമുക്ക് ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മെയ് 23-ന് വോട്ടെണ്ണുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അത്ര കുഴഞ്ഞു മറിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉത്തരേന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ നമുക്കറിയാം, ഇത്രയധികം ഇത്രയധികം ഒരു സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ്, സമവാക്യങ്ങളെല്ലാം തെറ്റിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ്, വ്യക്തമായി ഒരു പാർട്ടിക്ക് മുൻതൂക്കം കൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ തകർന്നുപോയ ബേസുള്ള പ്രധാനപ്പെട്ട ദേശീയ കക്ഷികളെല്ലാം അവരുടെ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള കാര്യത്തിൽ എല്ലാം ഈ UP യിലെ ഈ സമവാക്യം വളരെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ബംഗാളിലെ 42 സീറ്റുള്ള ബംഗാളിൽ മുഹമ്മദ് നേടുന്ന സീറ്റ്, 42 സീറ്റ് ഉള്ള തെലങ്കാനയിലെ, ആന്ധ്രയിലെയും വിജയം, ഈ സ്ഥലങ്ങളിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയം, ഇതെല്ലാമാണ് വാസ്തവത്തിൽ ഇനിയിപ്പം ഒരു നിർണായക ശക്തിയായി ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത്.